Hello friends, Assalamu alaikum. Welcome back SHANSHABI recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൊറോട്ട റോൾ അല്ലെങ്കിൽ എഗ് പിൻവീൽ എന്ന റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയാണ്, മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്രത്തോളം എടുക്കാം. ഇതിൽ നിന്നൊരു 8-9 ആ ഒരു അത്രത്തോളം സ്നാക്ക് കിട്ടും. അതിലേക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അധികം മാവ് എടുക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണോളം ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഉപ്പൊന്ന് എത്താൻ വേണ്ടി നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് ഡോ ആക്കി എടുക്കാൻ പോവുകയാണ്. പിന്നെ മൈദ ആയതുകൊണ്ട് തന്നെ വെള്ളം കൂടിപ്പോകാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് കുറച്ചാക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഡോ ഒക്കെ നന്നായി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് നമുക്ക് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഓയിൽ ഒഴിക്കുന്നത് നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിൻ്റെ ഒരു മസാല ഉണ്ടാക്കണം, അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ടൈം നമുക്ക് വെക്കേണ്ടി വരും. അതുകൊണ്ട് ഓയിൽ ഒഴിച്ചാൽ നമുക്ക് ഡ്രൈ ആകാതെ കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് അധികം വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അതിലേക്ക് 3/4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ 1/4 കപ്പോളം വെള്ളം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ വെള്ളത്തിനനുസരിച്ച് മാവ് നല്ല പോലെ കുഴച്ചെടുക്കാം. നല്ല പോലെ ഞാൻ സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. നിങ്ങൾക്ക് കാണാൻ എത്ര വെള്ളം യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. അതാണ് നമുക്ക് ഈ ബൗളൊന്ന് മാറ്റി വെക്കാം. മറ്റൊരു ബൗളിലേക്ക് ബാക്കിയുള്ള ഫില്ലിങ്ങിനായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലുതാക്കി അരിയരുത്, പിന്നെ നമുക്ക് ഫില്ലിങ് വെക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ്. ഇനി അതിലേക്ക് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് എരിവുള്ളതാണ് ഒരു പച്ചമുളക് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ 2 ടീസ്പൂണോളം മല്ലിച്ചപ്പും പിന്നെ ഒരു ഉരുളൻകിഴങ്ങുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ക്യാരറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഉരുളൻകിഴങ്ങിന് പകരം ക്യാരറ്റ് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതും ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളത് മുട്ടയൊന്ന് പൊരിക്കണമായിരിക്കാനാണ് ഇത് പൊരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പകുതി തക്കാളിയും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും ചേർക്കുന്നു. ഒക്കെ കുറച്ചാണ്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ആക്കിയെടുക്കാം. ഇനി പച്ചമുളക് മാറ്റിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം 1/4 ടീസ്പൂൺ വെച്ചാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തെടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ആണ് എല്ലാത്തിൻ്റെ കണക്ക്. 1/4 ടീസ്പൂൺ ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളും എല്ലാം ഈ ഒരു പച്ചക്കറിയിൽ പിടിച്ചെടുക്കണം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് അടുത്തായി ചേർക്കുന്നത് മുട്ടയാണ്. 2 മുട്ടയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അത് തന്നെ ധാരാളമാണ്. നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3 മുട്ടയോളം നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. 2 മുട്ട യൂസ് ചെയ്യുന്നുള്ളൂ. ഈ മുട്ട ഒന്ന് വേവുന്ന രീതിയിൽ വേണം ബാക്കിയുള്ള പച്ചക്കറികൾ നമ്മൾ അരിഞ്ഞെടുക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ പൊടിയായിട്ട് അരിയണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ്. മുട്ടയൊക്കെ ചേർത്തതിന് ശേഷം നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകും. കാരണം വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രമേ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. പുറത്തുനിന്ന് അധികം കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ടൈം മതി. നമ്മുടെ ഇതെല്ലാം മിക്സ് ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ ഏത് ഓയിലാണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്.
അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കാരണം നമുക്കതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ട്. നമ്മൾ ഏത് വെജിറ്റബിൾ ചേർക്കുകയാണെങ്കിലും ഒന്ന് വെന്ത് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു ലോ ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ കിടക്കും. എഗ്ഗ് മാത്രം നേരത്തിൽ വെന്ത് കിട്ടും. അത്രേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് വെജ്ജസ് ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കണ്ട. എഗ്ഗ് മാത്രം വെച്ചെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നല്ല പോലെ ഒന്ന് ചിക്കിയെടുക്കാം. നല്ലപോലെ ഡ്രൈ ആയി കിട്ടണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ച് കിടക്കുള്ളൂ. ഇപ്പോൾ നല്ല പോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കാരണം വിട്ട് എല്ലാം കിടക്കുന്നുണ്ട്. നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് ഇവിടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഓഫ് ചെയ്ത് ചൂടാറാൻ മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് റോളിൻ്റെ ഉള്ളിൽ വെച്ച് പിൻവീലാക്കുന്നത്. നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബോൾസൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിത് റോളാക്കി ബോൾസാക്കി എടുക്കാം. ഇതൊന്ന് നീളത്തിലൊന്ന് പരത്തിയെടുക്കണം. എന്നാലുള്ള നമുക്കിത് റോളാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല പോലെ സോഫ്റ്റായി കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. നമുക്ക് ഒരു മീഡിയം സൈസിൽ ചപ്പാത്തിയേക്കാൾ കുറച്ചുകൂടി ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം എടുക്കാൻ. ഇത്ര വലിപ്പമുള്ള ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമ്മൾ പലകയിൽ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് നീളത്തിൽ പരത്തിയെടുക്കാം. അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് നീളത്തിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേഗത്തിൽ നീളത്തിൽ പരത്തിയെടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ റൗണ്ടായിട്ട് വരും. റൗണ്ടായി കിട്ടിയാൽ പിന്നെ നീളത്തിലാക്കണമെങ്കിൽ ചെറിയ റോൾസ് ആക്കിയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഈ കാണുന്നത് പോലെ തന്നെ പരത്തിയെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഷേപ്പിൽ കിട്ടില്ല. ഇപ്പം നീളത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് റെഡിയാക്കാം. ഫില്ലിങ് വെക്കുകയാണെങ്കിൽ കൂടുതൽ വെക്കരുത്. കൂടുതൽ വെച്ചാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ റോൾ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചായിട്ട് നീളത്തിൽ വെച്ച് കൊടുത്താൽ മതി. 1 ടീസ്പൂണോ 2 ടീസ്പൂണോളം മാത്രം മതി നമുക്കിതിൽ ഫില്ലിങ് വെക്കേണ്ടത്. ഇപ്പോൾ ഫില്ലിങ് വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു നീളത്തിലാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു ഭാഗത്തേക്ക് മടക്കി കൊടുക്കാം. ഒന്ന് റോളാക്കി കൊടുക്കണം. സൂക്ഷിച്ച് വേണം റോളാക്കാൻ, അല്ലെങ്കിൽ കീറിപ്പോകാൻ സാധ്യത ഉണ്ട്. അല്ല കുറച്ച് കട്ടിയിലാണ് പരത്തിയിട്ടുണ്ടെങ്കിൽ കീറിപ്പോകാൻ അത്ര കുഴപ്പമില്ല. നമുക്ക് എങ്ങനെയാണ് ചെയ്യാം. ഞാൻ കുറച്ച് നൈസായിട്ടാണ് പരത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കീറിപ്പോകാൻ സാധ്യത ഉണ്ട്. എന്നിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഗോതമ്പ് പൊടിയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അത്ര പെട്ടെന്ന് ഒട്ടിക്കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മൈദപ്പൊടി യൂസ് ചെയ്തത്. നമുക്കിതൊന്ന് വീലാക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഗോതമ്പ് പൊടി കൊണ്ടൊന്ന് ഒരു വീലുണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇങ്ങനെ റോളാക്കിയതിന് ശേഷം നമുക്കിത് താഴേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഓവറായി പ്രസ് ചെയ്യാൻ പാടില്ല. ഓവറായി പ്രസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചേർത്ത് വെച്ച ഫില്ലിംഗ് എല്ലാം പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ ഒരു മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ എഗ് പിൻവീൽ അല്ലെങ്കിൽ പൊറോട്ട റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വളരെ എളുപ്പമാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനെന്ന്. വളരെ പെട്ടെന്ന്, അധികം ടൈമൊന്നും വേണ്ട. മാവൊന്ന് കുഴച്ച് വെച്ചാൽ മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്.
ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ മക്കളൊക്കെ വീട്ടിലൊന്ന് ബോറടിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒന്നും എന്താ ഉണ്ടാക്കുക, അമ്മമാർക്ക് വിചാരിക്കണം എന്താ ഇപ്പം ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സ്നാക്കാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് തീർക്കാം. നമുക്ക് ഇതുപോലെ തന്നെ എല്ലാവരും തയ്യാറാക്കി എടുക്കാം. ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല, ഒന്ന് തന്നെ നേരത്തിൽ കാണിക്കുന്നുള്ളൂ. കാരണം വീഡിയോ ലെങ്തി ആയി പോവും. അതുകൊണ്ടാണ്. ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാതും റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് ചെയ്യുന്നത് ഷാലോ ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ അല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ നമുക്കിത് യൂസ് ചെയ്താൽ മതി. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോന്നും വെച്ചുകൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കിട്ടും. കാരണം ഓയിൽ നല്ല ചൂടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. പിന്നെ ഇതിൽ ഉള്ളിലൊന്നും വേവേണ്ട ആവശ്യമില്ല. പുറത്ത് ആ കോട്ടിങ് മാത്രം ക്രിസ്പി ആയി കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാതും നിങ്ങൾ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇങ്ങനെ ഫ്രൈ ആയിരുന്നേരെ നമുക്കൊന്ന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഫ്രൈ ആയ ശേഷം മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഇപ്പോൾ താഴ്ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടും, നല്ല പോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത് നമുക്ക് മറിച്ചിട്ടെടുക്കാം. എന്നിട്ട് അടുത്ത ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ക്രിസ്പി ആയി കിട്ടണം, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ക്രിസ്പി ആയിട്ടുള്ള കോട്ടിങ് ഉണ്ടാകുമ്പോൾ തന്നെയാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ തീർച്ചയായും എൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. നമുക്കിത് അതിൻ്റെ അടിഭാഗം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം അത് ഈസി ആണെന്ന്. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ സ്നാക്ക്. വളരെ ക്രിസ്പി ആയിട്ടുള്ള കോട്ടിങ്ങും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.